റെന ഫാത്തിമ അനുമോളെ ഇന്നലെ രാത്രി പുറകെ നടന്നു ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു. അത് ശുശു ഹാങ്ങ എന്നാണ്. അപ്പം ഇവർ കോൺവേഴ്സേഷൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ബിന്നിയോട് ചോദിച്ച് മനസ്സിലാക്കി. ചൈനീസ് അല്ലല്ലോ, എന്തോ ഒരു ഭാഷയുണ്ട്, ചൈനയിൽ വേറൊരു ഭാഷയാണല്ലോ, എനിക്കത് അറിയായിരുന്നു, പക്ഷേ കിട്ടുന്നില്ല ഇപ്പം. അപ്പോൾ ആ ഭാഷയിലുള്ള ഒരു തെറിയാണ് നീ പൊടി എന്നും പറഞ്ഞിട്ടാണ് ആദ്യം ഇത് പറയുന്നത് കേട്ടത്. പക്ഷേ റെന വിളിച്ചത് ശുശു ഹാങ്ങ എന്നാണ്. അത് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അതെന്താണെന്നുള്ളത് ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പം നമ്മളിത് പോയിട്ട് ഗൂഗിളിൽ അവിടെ ഇവിടെയൊക്കെ അടിച്ചു നോക്കുമായിരുന്നു. അടിച്ചു നോക്കുന്ന ട്രാൻസ്ലേഷനിൽ പോയിട്ട് അടിച്ചു നോക്കിയപ്പോൾ ഈ ആണുങ്ങളെ, ചെറുപ്പക്കാരായ ആണുങ്ങളെ വളയ്ക്കുന്നവൾ എന്നുള്ളൊരു അർത്ഥമാണ് ഇതിന് വരുന്ന, മീനിങ് ആണ് വരുന്നത്. ചെറുപ്പക്കാരായ എന്ന് പറഞ്ഞാൽ പ്രായത്തിന് ഇളയ ആൺപിള്ളേരെ വളയ്ക്കുന്നവൾ മീൻസ് വളരെ മോശമായിട്ടൊരു പദമാണ് ഈ റെന ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവളെയൊക്കെ വീട്ടിൽ ഇങ്ങനെ പഠിപ്പിച്ച് വിടുവാണെന്നുള്ളത്. കാരണം ഒരു വ്യക്തിയെ ഇതേപോലെയൊക്കെ മോശമായിട്ട് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് മറുപടി പറയുക അല്ലേ? ഇത് വളരെ മോശമാണ്. ഇത് ഹൗസിൻ്റെ എന്താ പറഞ്ഞാൽ ഈ എപ്പിസോഡിൽ ഉറപ്പായിട്ടും ലാലേട്ടൻ ഇത് എടുത്ത് തന്നെ പറഞ്ഞ് ഇത് വാൺ ചെയ്യേണ്ടിയിരിക്കുന്നു. ചൈനയിൽ നമ്മൾ മലയാളി ബിഗ് ബോസ് മലയാളമാണിത്. ഈ മലയാളം സംസാരിക്കാതെ തന്നെ ഹിന്ദി തന്നെ വളരെ മോശമായിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. ജിസേൽ അമ്മായിയും അതുപോലെ തന്നെ ഇവനും ആര്യനും. അപ്പം അത് തന്നെ വളരെ മോശമാണ്. പിന്നെ അവരെ കൂടെ തന്നെ ചേർന്നിട്ട് നമ്മുടെ ഒനിയൽ സാബു, ഇവരെല്ലാം ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഹിന്ദിയും ഇംഗ്ലീഷും ബിഗ് ബോസ് ആയി മാറി. ഇപ്പോൾ അത് ചൈനയിലെ ഭാഷയും കൂടി ചൈന ഭാഷയല്ലത്, ചൈനീസ് അല്ല, അത് ചൈനയിലെ തന്നെ വേറെ ഒരു സംസാര ഭാഷയാണ്. അപ്പം അത് ചൈനയിൽ സംസാരിക്കുന്ന ഭാഷ കൂടി ഇവിടെ എത്തിയിരിക്കണം. അതും വളരെ മോശമായിട്ടുള്ള പദം. അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. ഈ പെങ്കൊച്ച് എന്താണ് കാണിക്കുന്നത്? അതുപോലെ തന്നെ ഇവളെ കുത്തിത്തിരിച്ച് വിടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ അപ്പാനി, അക്ബർ, ആര്യൻ, ജിസേൽ, ബിന്നി, ഈ ആൾക്കാരാണ്. എന്തായാലും ഭയങ്കര മോശമായിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആയിപ്പോയി ഇത്രയും. കാരണം പേഴ്സണലായിട്ട് ഓരോ ആൾക്കാരെ വളരെ മോശമായിട്ട് സംസാരിക്കുക. ഇത് മുൻകാല ബിഗ് ബോസിലൊന്നും ഇത്രയും മോശമായിട്ടുള്ളൊരു പദം കണ്ടിട്ടില്ല. കാരണം എല്ലാവരും ഗെയിമിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമെങ്കിലും ഇത് പറ്റം ചേർന്ന് എല്ലാവരും കൂടി കൂട്ടുചേർന്ന് ഒരു പെണ്ണിനെ വളരെ മോശമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അത് വളരെ മോശം തന്നെയാണ്. അപ്പം ഞാൻ ഇന്നലെ ഈ വാക്ക് തിരക്കാൻ വേണ്ടി പോയതാണ്. എനിക്ക് ഇതുവരെ ഒരു സംഭവം ഞാനത് മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ലാസ്റ്റ് എല്ലാ അപ്ഡേറ്റ്സും കൂടി വരാം. എന്തായാലും നമ്മുടെ ആര്യനാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. എപ്പിസോഡ് ലാലേട്ടൻ്റെ എപ്പിസോഡാണ്, എവിക്ഷൻ എപ്പിസോഡുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ്സുമായിട്ട് ഈവനിങ് വരാം. ഓക്കെ ഗായ്സ്.